ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 29th. ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് ആണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. വളരെ ഒരു ഏരിയ നമ്മൾ നിഫ്റ്റി 50യിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 25,040 എന്നുള്ളൊരു നമ്പറിന് മേലിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ഇന്നലെയും അതിന് മേളിലേക്ക് കയറിപ്പോയിരുന്നു. ഒരു ടൈമിൽ നമ്മൾ കയറിപ്പോയി, പക്ഷെ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും അതേ ഏരിയയിലേക്ക് തിരിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. സോ നോട്ട് ഷുവർ അടുത്തിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനം അറിഞ്ഞിട്ട് മാത്രമേ ഇനി ഇതിന്റെ മേളിൽ ഒരു ട്രേഡ് ഉള്ളൂ നിഫ്റ്റി 50ക്കുള്ളിൽ. സോ ഇറ്റ് കെയിം ബാക്ക് ടു സപ്പോർട്ട് റേഞ്ച് 25,000 to 25,040 എന്നുള്ള ഈ ഒരു സോണിന് അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടില്ല. എന്നാൽ ഇവിടെ നിഫ്റ്റി ബാങ്കിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പറയാം ഈ 25,000 പോലെ തന്നെ ഇവിടെ 51,000 പറയാം. 51,000 to 51,100 എന്നുള്ളൊരു റേഞ്ചിൽ. പക്ഷെ അതിൽ സപ്പോർട്ട് എടുത്ത് ഇതുപോലെ വെളിയിലല്ല നിൽക്കുന്നത്, ഈ സോണിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. സോ നാളെ ഇന്നിപ്പോ ഇതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലോ ഇത് താഴേക്ക് 5800 ഓർ താഴേക്ക് 5600 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതിന്റെ ചാർട്ട് പാറ്റേൺ കണ്ടാൽ തന്നെ ഒരു ചെറിയൊരു കർവിംഗ് ആണ് അല്ലെ. ഈ കർവിങ്ങും അവസാനത്തെ ക്യാൻഡിലുകൾ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഒരു അരമണിക്കൂറത്തെ ക്യാൻഡിൽസ് അത്യാവശ്യം സ്ട്രെങ്തി ഫോൾ ആയിരുന്നു. ഇത് 15 മിനിറ്റ് ആണ്. സോ ദാറ്റ് അവസാനത്തെ ഒരു മണിക്കൂർ സ്ട്രെങ്തി ഫോൾ ആയിരുന്നു. ഇവിടെ അവസാനത്തെ ഒരു ഹാഫ് ആൻ അവർ വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ഫോൾ ആയിരുന്നു. സോ സ്റ്റിൽ സപ്പോർട്ട് ഏരിയകളുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇൻ കേസ് ഇത് താഴേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഷോർട്ടിംഗ് ട്രേഡ് ഓർ മുകളിലേക്ക് വന്ന് ഈ ഒരു ഏരിയകൾ നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഏരിയകൾ ഒന്നുകിൽ ഇവിടെ 25,100 ഇല്ലെങ്കിൽ 25,40 മേളിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാലോ 25,60 മേളിലോ 80 മേളിലോ ഒരു സ്ട്രോങ് ക്ലോസിംഗ്, ഇല്ലെങ്കിൽ ഇവിടെ 51,240 മേളിലോ ഒരു സ്ട്രോങ് ക്ലോസിംഗ് നമുക്ക് മേളിലേക്കുള്ള ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് റിലയൻസ് കറന്റ്ലി 3,000 താഴെയാണ് എങ്കിൽ പോലും റിലയൻസിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് ഇന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് റിലയൻസിന്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. സോ അതിന്റെ പ്രതിഫലനം ചാർട്ടിനുള്ളിൽ കാണാം. സോ വെയിറ്റ് ചെയ്യുക. ഒന്ന് രണ്ട് സ്റ്റോക്സ് എന്ന് പറയുന്നത് HDFC ബാങ്ക് 1,640 മേളിൽ, റിലയൻസ് 3,000 മേളിൽ, ഇല്ലെങ്കിൽ 3,008 മേളിൽ നോക്കിയാൽ 3,030 വരെ. 3,030 മേളിൽ വളരെ വലിയൊരു മൂവ്മെന്റ് അതിന് പോസിബിലിറ്റി ഉണ്ട്. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. SBI ഒരു 808 മേളിലോ 808 വേണ്ട 816 മേളിൽ, ഇല്ലെങ്കിൽ 12 മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റൻ 3,540 മേളിൽ ഒരു ഇൻട്രാഡേ ട്രേഡ് അതിന് കിടക്കുന്നുണ്ട്, നോക്കുക. ടാറ്റ പവർ 432 മേളിൽ ഒരു ട്രേഡ് അവിടെ ട്രിഗറായി കിടപ്പുണ്ട്, അതൊന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. സോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാവും, ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു അനാലിസിസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ.